നമ്മുടെ നീണ്ടകാല പഠനത്തിന് ശേഷം ഒരു പ്രധാന പരീക്ഷയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 പരീക്ഷ. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ കുറച്ച് ഭയവും കുറച്ച് ടെൻഷനുമൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. നമുക്ക് കിട്ടുന്ന ഒരൊറ്റ അവസരമാണ്. ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു ചെറിയ ടെൻഷനും പേടിയൊക്കെ ഉണ്ട്. എല്ലാവരും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ഭയം എനിക്ക് മാത്രമാണോ, ഈ ആദി എനിക്ക് മാത്രമാണോ എന്നൊരു വിചാരം വേണ്ട. പഠനം എന്നത് തലച്ചോറ് കൊണ്ടുള്ള ഒരു ജോലിയാണ്. ലോകത്തുള്ള ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പണിയാണ് പഠിക്കുക എന്നുള്ളത്. ശരീരം ചിലപ്പോൾ മടുത്തുപോകും, തലച്ചോറ് ചിലപ്പോൾ മടുത്തുപോകും, പഠിച്ചത് പലപ്പോഴും മറന്നുപോകും. ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ നമ്മൾ തോറ്റു കൊടുക്കരുത്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്. നമ്മളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളിൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ അധ്യാപകരുണ്ട്. ഇവർക്കൊക്കെ നമ്മളെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. ഇവരുടെയൊക്കെ പ്രതീക്ഷകൾ നമ്മളിലാണ്. അവർക്കൊക്കെ വേണ്ടി കൂടിയാണ് ഞാൻ പഠിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത്. ഇത് ജീവിതത്തിലെ ഒരു പരീക്ഷ മാത്രം. ഇതിലിപ്പോൾ എന്തിരിക്കുന്നു എന്ന് നമ്മൾ പറയരുത്. കാരണം ഈ ഒരു പരീക്ഷ നമ്മൾ നന്നായിട്ട് അപ്പിയർ ചെയ്യുമ്പോൾ, നന്നായിട്ട് എഴുതുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിന് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി വെറും 1-2 മാസം മാത്രമാണ് മുമ്പിലുള്ളത്. ഇതുവരെ അധ്വാനിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും, ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. പഠിക്കണമെങ്കിൽ, നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ അധ്വാനിക്കണം. അതിന് വേറെ ഒരു വഴിയുമില്ല. അധ്വാനിക്കണം, പഠിക്കണം. യു ഹാവ് ടു സ്റ്റഡി. ടൈം ടേബിൾ ഉണ്ടാക്കണം, സ്ട്രാറ്റജി ഉണ്ടാക്കണം, വായിക്കണം, അണ്ടർലൈൻ ചെയ്യണം, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം, വീണ്ടും റിവൈസ് ചെയ്യണം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളെടുത്ത് പരീക്ഷ എഴുതി പഠിക്കണം. ഈ സമയത്ത് മറ്റു പലതും വേണ്ടെന്ന് വെക്കണം. ഒത്തിരി സാക്രിഫൈസുകൾ ചെയ്യണം. അതെ, നല്ലൊരു റിസൾട്ട് കിട്ടാൻ നമ്മൾ ഒത്തിരി സാക്രിഫൈസുകൾ ചെയ്യാൻ തയ്യാറാവണം. നമ്മുടെ ഫോൺ പലപ്പോഴും മാറ്റിവെക്കണം. ടിവിയുടെ മുമ്പിൽ നിന്ന് പലപ്പോഴും മാറ്റിവെക്കണം. നമുക്കിഷ്ടമുള്ള പല കളികളും വേണ്ടെന്ന് വെക്കണം. യെസ്, വെറും 2 മാസം അല്ലെങ്കിൽ വെറും 1 മാസം, ആ സമയം നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണം. തീർച്ചയായിട്ടും അത് നമുക്ക് വലിയൊരു ബലം തരും. നമ്മൾ കൊടുക്കുന്ന വിലയനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്ക് കിട്ടും. വെറും 2 മാസം അല്ലെങ്കിൽ 2.5 മാസം. പരീക്ഷകൾ കഴിഞ്ഞ് നമുക്ക് എത്ര വേണേലും സുഖമായിട്ട് നടക്കാം, എത്ര വേണേലും കളിക്കാം, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇരുന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ അനീതിയായിരിക്കും. മാർക്ക് മേടിച്ചിട്ടുള്ള ആരും വെറുതെ ഇരുന്ന് മാർക്ക് മേടിച്ചിട്ടില്ല. എല്ലാവരും പഠിച്ചിട്ട് തന്നെയാണ് മാർക്ക് മേടിച്ചിട്ടുള്ളത്. വെറുതെ ഇരുന്ന് ആരും ഫസ്റ്റ് റാങ്ക് അടിച്ചിട്ടില്ല. അവർ രാത്രിയും പകലും ഇരുന്ന് പഠിച്ചു. അവർ നേരത്തെ എഴുന്നേറ്റിരുന്ന് പഠിച്ചു. ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യമായിട്ട് സ്മാർട്ടായിട്ട് പഠിച്ചു. നമുക്കും പറ്റണം. ഇതിനു മുമ്പേ എത്രയോ വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിലെയും +2ലെയും പരീക്ഷ എഴുതി ഫുൾ മാർക്ക് മേടിച്ചു, ഫുൾ A+ മേടിച്ചു. അവർക്ക് പറ്റുമെങ്കിൽ നിനക്കും പറ്റും. അവർക്ക് പറ്റുമെങ്കിൽ നിനക്കും പറ്റും. കഴിവില്ല എന്ന് പറയരുത്, സമയമില്ല എന്ന് പറയരുത്. നിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട്, നിനക്ക് ആവശ്യത്തിനധികം കഴിവുമുണ്ട്. ബട്ട് യു ജസ്റ്റ് ഹാവ് ടു ഗീവ് ആൻ എക്സ്ട്രാ പുഷ്. You just have to make sacrifices. You just have to make a timetable. You have to sit and study. You have to read, underline, make short notes, revise. Because no one else is going to do that for you. You have to study. നമ്മൾ ചത്ത് കിടന്നിരുന്ന് പഠിച്ച്, കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച്, അവസാനം റിസൾട്ട് വരുമ്പോൾ, ഒരു നല്ല റിസൾട്ട് വരുന്ന നിമിഷം ജസ്റ്റ് ഒന്ന് മനസ്സിൽ കണ്ടു നോക്കണം. നമ്മുടെ ഒപ്പം സന്തോഷിക്കുന്ന എത്ര പേരുണ്ടാവും. ആ റിസൾട്ടിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, അഭിമാനം, അതെത്ര വലുതായിരിക്കും. നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ വെറുതെ കിട്ടില്ല. യു ഹാവ് ടു ഗീവ് ഹാർഡ് വർക്ക്. പെയിൻ എടുക്കണം. യു ഹാവ് ടു ടേക്ക് എ പെയിൻ. സ്റ്റഡിങ് ഈസ് ഓൾവേസ് എ പെയിൻഫുൾ പ്രോസസ്. യു ഹാവ് ടു ഗീവ് ദ കോസ്റ്റ് ഇറ്റ് ഡിമാൻഡ്സ്. ഇഫ് യു ആർ റെഡി ടു സാക്രിഫൈസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നിങ്ങളെക്കൊണ്ട് പറ്റും. ബിലീവ്. നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് പറ്റും. നിങ്ങൾ തന്നെ ആത്മവിശ്വാസം അർപ്പിക്കണം. യെസ്, then you have to have motivation. ഒരു കാരണവുമില്ലാതെ പഠിക്കരുത്, ഒരു ലക്ഷ്യമില്ലാതെ പഠിക്കരുത്. നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. അത് ഏറ്റവും ഉയർന്ന മാർക്കുകൾ തന്നെയാവണം. Don't be satisfied with average. Give your best, get the best. Give your best, get the best. ഓരോ സ്റ്റഡി ഹവറും, കയ്യിൽ കിട്ടുന്ന ഓരോ മണിക്കൂറും, പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓരോ മണിക്കൂറും ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുക. ഏറ്റവും ഹാർഡായിട്ട് പുഷ് ചെയ്യുക. മാക്സിമം പോർഷൻസ് കവർ ചെയ്യുക. മാക്സിമം റിവൈസ് ചെയ്യുക. യു ഹാവ് ടു ബി വെൽ പ്രിപ്പയർഡ് ബിഫോർ ദി എക്സാംസ്. ഡിസിപ്ലിൻ. ഈ ദിവസങ്ങളിലെല്ലാം ഡിസിപ്ലിൻഡ് ആയിരിക്കണം. യു മസ്റ്റ് ടേക്ക് ദ കൺട്രോൾ ഓഫ് യുവർ സെൽഫ്. സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റണം ഈ ദിവസങ്ങളിലെല്ലാം. ഓരോ സമയവും നമ്മൾ എന്തിനാണ് വിനിയോഗിക്കുന്നതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. പഠനത്തിനു വേണ്ടി വിനിയോഗിക്കാനുള്ള സമയം മറ്റൊന്നിനും വേണ്ടി മാറ്റിവെക്കരുത്. ഈ സമയങ്ങളിൽ നമ്മുടെ പഠനത്തിന് ഉപകരിക്കാത്ത യാതൊരുവിധ റിക്രിയേഷനോ, യാതൊരുവിധ സംസാരങ്ങളോ, യാതൊരുവിധ കളികളോ, സോഷ്യൽ മീഡിയയിൽ ഓവർ ടൈം യൂസോ ഒന്നും വേണ്ട. എല്ലാം മാറ്റിവെക്കണം. ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ് അലോൺ. പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കണം. ദിസ് ഈസ് ഫോർ എ ഷോർട്ട് ടൈം.
ഈ ചെറിയ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ഈ ചെറിയ സമയം നിങ്ങൾ അതിൻ്റെ വില കൊടുക്കണം. ഈ ചെറിയ സമയം ആ സാക്രിഫൈസ് എടുക്കണം. ടേക്ക് അപ്പ് ദ പെയിൻ ഓഫ് ഡിസിപ്ലിൻ. യു വിൽ ഗെറ്റ് എ ഗ്രേറ്റ് റിസൾട്ട്. വെൻ സംബഡി ബിലീവ്സ് എവറിത്തിങ് ചേഞ്ചസ്. ആവറേജ് കൊണ്ട് തൃപ്തിപ്പെടരുത്. ബിക്കോസ് യു ആർ എബോവ് ആവറേജ്. സോ സെറ്റ് യുവർ ഡ്രീംസ് ഹൈ, സെറ്റ് യുവർ ഗോൾസ് ഹൈ. പുറത്തു വരണം ഒരു അടിപൊളി റിസൾട്ടുമായിട്ട്.